ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 7ാമത്തെ പാഠമായ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന പാഠമാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി SS-ൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD 5 സോഷ്യൽ സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് നമുക്കിവിടെ കുറച്ച് പത്ര കട്ടിങ്ങുകൾ തന്നിട്ടുണ്ട്. നോക്കിക്കേ. ഇന്തോനേഷ്യയിൽ ഭൂചലനം, സുനാമിക്കും സാധ്യത, തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം, ഹൃദയ ശസ്ത്രക്രിയക്കായി കൊട്ടാരക്കര സ്വദേശിയുടെ ഹൃദയം എയർ ആംബുലൻസിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലെത്തിച്ചു, പ്രളയ ദുരിതാശ്വാസ ഏകോപനത്തിന് ജില്ലാ കളക്ടർമാരുമായി മുഖ്യമന്ത്രിയുടെ അടിയന്തര വീഡിയോ കോൺഫറൻസ്. വാർത്താ കൊളാഷ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഹൃദയം കൊച്ചിയിലെത്തിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? എയർ ആംബുലൻസിൻ്റെ സഹായത്തോടെയാണ്. തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് എങ്ങനെയെല്ലാമായിരിക്കാം? റേഡിയോ, പത്രങ്ങൾ, TV തുടങ്ങിയ ആശയവിനിമയ സംവിധാനങ്ങളുടെ സഹായത്തോടെയായിരിക്കാം. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനം പെട്ടെന്ന് സാധ്യമായത് എങ്ങനെ? ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ്. ഈ സന്ദർഭങ്ങളെല്ലാം നിത്യജീവിതത്തിലെ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളുടെ പ്രസക്തി വ്യക്തമാക്കുന്നു. ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ മനുഷ്യർക്കിടയിൽ ഭൗതിക അകലം മറികടക്കുന്നതിനുള്ള മാർഗങ്ങളാണ്. മനുഷ്യർ തമ്മിലുള്ള അകലം കണക്കിലെടുത്ത് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഫലപ്രദമായ സംവിധാനമാണിത്. ജനങ്ങളെയോ ചരക്കുകളെയോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഗതാഗതം സഹായകമാകുന്നു. ആശയവിനിമയത്തിൽ ഒരു ഉറവിടത്തിൽ നിന്ന് ആശയങ്ങളോ സന്ദേശങ്ങളോ മറ്റൊരിടത്തേക്ക് കൈമാറുന്നു. ഇനി ഗതാഗതത്തെക്കുറിച്ച് നോക്കാം. ഗതാഗതം. നീനുവിൻ്റെ തപാൽ സ്റ്റാമ്പ് ആൽബത്തിലെ ഒരു പേജാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. വിവിധ കാലഘട്ടങ്ങളിലെ ഗതാഗത വികാസത്തെക്കുറിച്ച് ഇന്ത്യൻ തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്റ്റാമ്പുകളാണ് ഇവ. സ്റ്റാമ്പുകളിൽ കാണുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തൂ. നോക്കിക്കേ മക്കളെ, ഇതിൽ ആദ്യത്തേത് പല്ലക്കാണ്. പിന്നെ സ്കൂൾ റിക്ഷ, സൈക്കിൾ റിക്ഷ, ബസ്, ഡബിൾ ഡക്കർ ബസ്, അതായത് ഇരുനിലയുള്ള ബസ്, കാറ് എന്നീ വാഹനങ്ങളുണ്ട്. സ്റ്റാമ്പുകളിൽ കാണുന്ന വാഹനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ളവയാണോ? പലതും അല്ല അല്ലേ? ബസ്, കാറ് അതൊക്കെ പ്രചാരത്തിലുള്ളതാണ്. എന്നാൽ ആ കാറിൻ്റെ മോഡൽ മാറ്റമുണ്ട് കേട്ടോ. എന്നാൽ ആദ്യകാല വാഹനങ്ങളായ പല്ലക്ക്, സൈക്കിൾ റിക്ഷ, സ്കൂൾ റിക്ഷ അതൊന്നും ഇന്നത്തെ കാലത്ത് കാണാൻ കിട്ടുന്നില്ല. വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഏക ജീവിവർഗം മനുഷ്യരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പണ്ട് കാലത്ത് വാഹനങ്ങൾക്ക് പകരമായി ഉപയോഗിച്ചിരുന്നത് ആന, കുതിര, കാള, ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു. എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് മനുഷ്യർ ഇന്ന് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്? സഞ്ചാരത്തിന്, ചരക്കുകൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിന്, കൃഷിക്ക്, സാഹസിക വിനോദങ്ങൾക്ക്, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, അടിയന്തര സേവനങ്ങൾക്ക്. ഇനി എന്താണ് വാഹനമെന്ന് നോക്കൂ. ഈ കോളത്തിൽ വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം എന്നാണ് വാഹനം എന്ന പദത്തിൻ്റെ അർത്ഥം. മനുഷ്യർ സഞ്ചാരത്തിനായും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായും ഉപയോഗിക്കുന്ന യാന്ത്രികേതര സംവിധാനങ്ങളാണ് വാഹനങ്ങൾ. വാഹനങ്ങളുടെ കണ്ടുപിടുത്തത്തിന് മുൻപ് ഈ ആവശ്യങ്ങൾ എങ്ങനെയായിരിക്കാം നിറവേറ്റിയിട്ടുണ്ടായിരിക്കുക? കാൽനടയായി, തലച്ചുമടായി, മൃഗങ്ങളുടെ പുറത്ത്. ആദ്യത്തേത് കാൽനടയായാണ്, അതായത് നമ്മൾ നടന്നു പോയിട്ട് സാധനങ്ങൾ കൊണ്ടുകൊടുക്കുന്നു. തലച്ചുമടായി എന്ന് പറയുമ്പോൾ തലയിൽ സാധനങ്ങൾ ഏറ്റിയിട്ട് കൊണ്ടുപോകുന്നത്. മൃഗങ്ങളുടെ പുറത്ത് അത് കഴുത, കുതിര പോലെയുള്ള മൃഗങ്ങളുടെ പുറത്ത് സാധനങ്ങൾ വെച്ചിട്ട് അവയെ അയക്കുന്നത്. ഇത്തരം മാർഗങ്ങൾക്ക് എന്തെല്ലാം പരിമിതികളുണ്ടായിരുന്നു? വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞിരുന്നില്ല. മനുഷ്യരുടെ അധ്വാനം കൂടുതലായിരുന്നു. കാലതാമസം നേരിട്ടിരുന്നു. യാത്രകൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. മുകളിൽ സൂചിപ്പിച്ച പരിമിതികൾ മറികടക്കാനാണ് മനുഷ്യർ വാഹനങ്ങൾ വികസിപ്പിച്ചെടുത്തത്. ചക്രങ്ങളുടെ കണ്ടുപിടുത്തമാണ് ഗതാഗത രംഗത്തെ മാറ്റങ്ങൾക്ക് അടിസ്ഥാനമായത്. ചക്രത്തിൽ നിന്ന് വാഹനത്തിലേക്ക്. മനുഷ്യരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. ഉരുളൻ മരത്തടിക്ക് മുകളിൽ സാധനങ്ങൾ വച്ചുരുട്ടിയാൽ ഭാരനീക്കം എളുപ്പമാകും എന്ന് മനസ്സിലാക്കിയ മനുഷ്യർ ഉരുളുകളെ ചെറുതാക്കി ചക്രങ്ങളാക്കി. ആദ്യകാലത്തെ ചക്രങ്ങളിൽ നിന്നും ഇന്നത്തെ കാലത്തെ ചക്രങ്ങളിലേക്ക് എത്തിയിട്ടുള്ള രീതി അവിടെ ചിത്രീകരണമായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ മക്കളെ? ഇനി അവിടെ എഴുതിയിരിക്കുന്ന കാര്യം നോക്കിക്കേ. 1976 സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് തടാകത്തിൻ്റെ തീരത്ത് നിന്ന് കണ്ടെത്തിയ ഏകദേശം 4500-ലധികം വർഷം പഴക്കമുള്ള ചക്രത്തിൻ്റെ ഭാഗങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്. മേപ്പിൾ മരപ്പലകൾ കൊണ്ട് നിർമ്മിച്ച ഈ ചക്രത്തിൻ്റെ ഭാഗം സ്വിസ് നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. മെസോപ്പൊട്ടേമിയ.
ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് മെസോപ്പൊട്ടേമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നതായി കരുതപ്പെടുന്നു. അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷ്ണം പലകകൾ ചേർത്ത് വെച്ച് തോൽപ്പട്ടയിൽ ചെമ്പാണി തറച്ച തരത്തിലായിരുന്നു. പിന്നീട് ഈജിപ്തുകാരും റോമാക്കാരും ചക്രങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശമാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം വളർന്നു വന്നത്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസോപ്പൊട്ടേമിയ എന്ന വാക്കിനർത്ഥം. താഴെ തന്നിട്ടുള്ള ചിത്രങ്ങൾ ശ്രദ്ധിച്ച മക്കളെ. ആദ്യത്തേത് ചരക്ക് ഒരാൾ വലിച്ചു കൊണ്ടുപോകുന്നതാണല്ലേ. പിന്നെ കാലികളെ കൊണ്ട് വലിപ്പിക്കുന്നതാണ്. മൂന്നാമത്തേത് കുതിരയുടെ വണ്ടി, അത് കുതിരവണ്ടിയായി. അവസാനത്തേതും അതുപോലെ തന്നെ. ചക്രങ്ങൾ മുൻകാലങ്ങളിൽ ഗതാഗതത്തിന് എങ്ങനെയെല്ലാം ഉപയോഗിച്ചു എന്ന് കാണിക്കുന്ന ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇവയിൽ നിന്ന് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മനുഷ്യർ വലിച്ചു കൊണ്ടുപോയിരുന്നു. ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മൃഗങ്ങളെ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോയിരുന്നു. ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികളിൽ മനുഷ്യർ യാത്ര ചെയ്തിരുന്നു. ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികളിൽ മനുഷ്യർ പല സാധനങ്ങളും കൊണ്ടുപോയിരുന്നു. ആദ്യകാലങ്ങളിൽ മനുഷ്യർ വലിച്ചു കൊണ്ടുപോകുന്നതും മൃഗങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നതുമായ ചക്രവണ്ടികളാണ് വിവിധ ഗതാഗത ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത്. ചരക്കുകൾ കൊണ്ടുപോകുന്നതിനും മനുഷ്യർക്ക് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നതിനും ഇത്തരം ചക്രവണ്ടികൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. പിൽക്കാലത്ത് ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു. യന്ത്രങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ വരവോടെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടായി. ചരക്കുകളെയും മനുഷ്യരെയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വ്യത്യസ്തമായ ഗതാഗത മാർഗങ്ങൾ പ്രയോജനപ്പെടുത്താൻ തുടങ്ങി. ചക്രത്തിൽ നിന്നും വാഹനത്തിലേക്കുള്ള ഗതാഗത പുരോഗതി സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ വരച്ച് ക്ലാസ്സിൽ പ്രദർശനം സംഘടിപ്പിക്കൂ. ഇത് മക്കൾ ക്ലാസ്സിൽ ചെയ്യേണ്ട പ്രവർത്തനമാണ് കേട്ടോ. ചിത്രം വരച്ച് പ്രദർശിപ്പിക്കണം. ഗതാഗത മാർഗങ്ങൾ. ഇന്ന് നാം ഉപയോഗിക്കുന്ന പ്രധാന ഗതാഗത മാർഗങ്ങൾ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് നിരീക്ഷിക്കൂ. ഏതൊക്കെ ഗതാഗത മാർഗങ്ങളാണുള്ളത്? കരഗതാഗതവും ജലഗതാഗതവും വ്യോമഗതാഗതവുമാണ് ഉള്ളത്. കരഗതാഗതത്തിൽ 2 തരത്തിലുണ്ട്: റോഡ് ഗതാഗതം, റെയിൽ ഗതാഗതം. ജലഗതാഗതവും 2 തരത്തിലുണ്ട്: ഉൾനാടൻ ജലഗതാഗതവും കടൽ അല്ലെങ്കിൽ സമുദ്ര ഗതാഗതവും. പിന്നെ വ്യോമഗതാഗതമോ? ദേശീയ വ്യോമഗതാഗതമുണ്ട്, അന്തർദേശീയ വ്യോമഗതാഗതവുമുണ്ട്. ആദ്യം നമുക്ക് കരഗതാഗതത്തെക്കുറിച്ച് പഠിക്കാം. കരയിലൂടെയുള്ള ഗതാഗത സംവിധാനമാണ് കരഗതാഗതം. കരഗതാഗതത്തിൽ ഉൾപ്പെടുന്ന പ്രധാന ഗതാഗത മാർഗങ്ങൾ ഫ്ലോ ചാർട്ടിൽ നിന്ന് കണ്ടെത്തി എഴുതൂ. റോഡ് ഗതാഗതവും റെയിൽ ഗതാഗതവുമാണ് കരഗതാഗതത്തിൽ ഉൾപ്പെടുന്നത്. ആദ്യം റോഡ് ഗതാഗതത്തെക്കുറിച്ച് നോക്കാം. വാഹനങ്ങളുടെ സുഗമമായ സഞ്ചാരം സാധ്യമാകണമെങ്കിൽ സഞ്ചാരപാതകൾ വേണ്ടേ? സഞ്ചാരപാതകൾ രൂപം കൊണ്ടതുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ആദ്യമുള്ളത് ഒറ്റയടി പാതയായിരുന്നു. അതായത് ഒരാൾക്ക് നടന്നു പോകാൻ പാകത്തിലുള്ള പാതകളെയാണ് നമ്മൾ ഒറ്റയടി പാത എന്ന് പറയുന്നത്. പിന്നെ മൺപാതകളായി, പിന്നെ കല്ല് പാകിയ പാതകളായി, അതിനുശേഷം കോൺക്രീറ്റ് പാതകൾ വന്നു. പിന്നെ അവസാനമായിട്ട് ഇന്നത്തെ രീതിയിലുള്ള ടാർ ചെയ്ത പാതകൾ വന്നു. ഒറ്റയടി പാതകളും മൺപാതകളുമാണ് പണ്ട് കാലത്ത് ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നത്. കാലക്രമത്തിൽ കല്ല് പാകിയ പാതകളും കോൺക്രീറ്റ് പാതകളും ടാർ ചെയ്ത പാതകളും നിലവിൽ വന്നു. ഇനി എന്താണ് മക് ആദം റോഡുകൾ എന്ന് നോക്കാം. 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക്കാദമാണ് ആധുനിക രീതിയിലെ റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾ മക് ആദം റോഡുകൾ എന്ന് അറിയപ്പെടുന്നു. നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ പാതകൾ, സംസ്ഥാന പാതകൾ, ദേശീയ പാതകൾ, എക്സ്പ്രസ് ഹൈവേകൾ എന്നിങ്ങനെ ബൃഹത്തായ റോഡ് ശൃംഖല നിലവിലുണ്ട്. ലോകത്തിലെ 2ാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യയിലാണ്. ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുന്നതിൽ റോഡ് ഗതാഗതം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി ഇന്ത്യയിലെ പ്രധാന ഹൈവേകളെ കുറിച്ച് അവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തേത് സുവർണ ചതുഷ്കോണമാണ്. ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതാ ശൃംഖലയാണ് സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത്. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയും ഈ പാത കടന്നു പോകുന്നു. 2ാമത്തെ പ്രധാന ഹൈവേ എന്ന് പറയുന്നത് വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയുമാണ്. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്തറുമായും ബന്ധിപ്പിക്കുന്നു. രണ്ടിൻ്റെയും ചിത്രീകരണം നമുക്കവിടെ തന്നിട്ടുണ്ട്. താഴെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ നോക്കിക്കേ. ചക്രങ്ങൾ ഉപയോഗിച്ചുള്ള വാഹനങ്ങളുടെ വികാസ പരിണാമം സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് നിരീക്ഷിച്ച് റോഡ് ഗതാഗതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക.
പണ്ടുകാലത്ത് ഗതാഗതത്തിനായി മനുഷ്യർ വലിക്കുന്ന വണ്ടികളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അത് വളരെയധികം അധ്വാനം നിറഞ്ഞ ജോലിയായിരുന്നു. മാത്രമല്ല ഒരുപാട് കാലതാമസം നേരിടേണ്ടി വരികയും ചെയ്തിരുന്നു. പിന്നീട് മനുഷ്യർക്ക് പകരം കാള, കുതിര തുടങ്ങിയ ജീവികൾ വണ്ടി വലിക്കാൻ തുടങ്ങി. അതോടെ മനുഷ്യൻ്റെ ജോലിഭാരം ഒരു പരിധിവരെ കുറഞ്ഞു. കാലക്രമേണ സൈക്കിളുകൾ കണ്ടുപിടിച്ചതോടെ യാത്ര കുറച്ചുകൂടെ വേഗത്തിലാക്കാൻ സാധിച്ചു. പക്ഷേ എങ്കിലും മനുഷ്യൻ്റെ അധ്വാനം അതിനു വേണമായിരുന്നു. ശേഷമാണ് യന്ത്രങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങൾ കണ്ടുപിടിച്ചത്. അതോടെ ഗതാഗതം വളരെയധികം സുഗമമായി. ഗതാഗത രംഗത്ത് വമ്പിച്ച മാറ്റങ്ങൾ വരികയും ചെയ്തു. സ്കൂട്ടർ, കാർ, ഓട്ടോറിക്ഷ തുടങ്ങിയ വാഹനങ്ങളുടെ കണ്ടുപിടുത്തം ഗതാഗതം സുഗമമാക്കുന്നതോടൊപ്പം മനുഷ്യയത്നം ഒരുപാട് കുറയ്ക്കുകയും ചെയ്തു. ചരക്കുകൾ കൊണ്ടുപോകുന്ന ലോറി പോലെയുള്ള വലിയ വാഹനങ്ങൾ വന്നതോടെ വ്യാപാര വ്യവസായ രംഗം വളരെയധികം മെച്ചപ്പെട്ടു. ബസ്സും ട്രെയിനും മറ്റും ദൂരയാത്രയ്ക്ക് മനുഷ്യരെ ഒരുപാട് സഹായിച്ചു. വാഹനങ്ങളുടെ കണ്ടുപിടുത്തവും വികസനവും പുരോഗമിക്കുന്നതിലൂടെ ഒരുപാട് മെച്ചപ്പെട്ടു. ഇനി റോഡ് ഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയെന്ന് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. താരതമ്യേന ചെലവ് കുറവാണ്, എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാകുന്നു, ഹ്രസ്വദൂര യാത്രകൾക്ക് ഏറ്റവും അനുയോജ്യമാണ്, ഉൾപ്രദേശങ്ങളിലേക്കുള്ള ഗതാഗത മാർഗമാണിത്, കൂടുതൽ സൗകര്യപ്രദമാണ് റോഡ് ഗതാഗതം. റെയിൽ ഗതാഗതം ഏതു പ്രായക്കാർക്കും കൗതുകമുണർത്തുന്ന ഒരു കാഴ്ച തന്നെയാണല്ലോ തീവണ്ടി. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണിത്. ബ്രിട്ടനിലാണ് റെയിൽവേ സംവിധാനം ആരംഭിച്ചത്. ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. 1825 ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചു. ഇത് പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ധനമായി കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത്. പിൽക്കാലത്ത് സാങ്കേതിക വികാസത്തിൻ്റെ ഫലമായി ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളും നിലവിൽ വന്നു. 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളിലെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടു. ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് ലോകത്തെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ആദ്യകാലം മുതലുള്ള തീവണ്ടിയുടെ പരിണാമത്തിൻ്റെ ചിത്രങ്ങളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. നോക്കിക്കുക, ആദ്യത്തേത് കൽക്കരി കൊണ്ടുപോകുന്ന വണ്ടി, പിന്നെ മൃഗങ്ങളെ ഉപയോഗിച്ച് കുതിര വലിച്ചു കൊണ്ടുപോകുന്ന വണ്ടി, അങ്ങനെ ഇങ്ങനെ അവസാനം ഇന്നത്തെ ബുള്ളറ്റ് ട്രെയിൻ വരെയുള്ള പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ചിത്രങ്ങൾ നിരീക്ഷിച്ച് വിവിധ കാലഘട്ടങ്ങളിലെ തീവണ്ടികളുടെ സവിശേഷതകൾ എഴുതുക. ഒന്നാമത്തേത് കൽക്കരി കൊണ്ടുപോകുന്ന തീവണ്ടിയാണ്. രണ്ടാമത്തേത് പ്രത്യേക ട്രാക്കിലൂടെ കുതിരകൾ വലിച്ചു കൊണ്ടുപോകുന്ന തീവണ്ടിയാണ്. മൂന്നാമത്തേത് കൽക്കരി തീവണ്ടിയാണ്. നാലാമത്തേത് ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തീവണ്ടിയാണ്. അഞ്ചാമത്തേത് ഇലക്ട്രിക് ട്രെയിനാണ്. ആറാമത്തേത് ബുള്ളറ്റ് ട്രെയിനാണ്. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും കടൽ മാർഗം അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നു. ഈ വസ്തുക്കളും വിഭവങ്ങളും തുറമുഖങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം എന്ന നിലയിലാണ് റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഇവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യത്തേത് നോക്കൂ, ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാതയാണ് ബോംബെയിൽ, ഇപ്പോഴത്തെ മുംബൈ എന്നറിയപ്പെടുന്നു. പിന്നെ ബോംബെ മുതൽ താനെ വരെയാണ്, അത് 1853 ചിത്രമാണ് കേട്ടോ. രണ്ടാമത്തേത് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാതയാണ്, ബേപ്പൂർ മുതൽ തിരൂർ വരെ, 1861 വർഷം. ദൈനംദിന യാത്രയ്ക്കും ചരക്ക് നീക്കത്തിനും വിനോദയാത്രയ്ക്കും ജനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്ന ഗതാഗത സംവിധാനമാണ് റെയിൽവേ. വളരെ വിപുലമായ റെയിൽവേ ശൃംഖല ഇന്ത്യയിൽ നിലവിലുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യങ്ങളിലൊന്നാണ് നമ്മുടേത്. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ മെട്രോ റെയിൽ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. ഇനി എന്താണ് മെട്രോ റെയിൽ എന്ന് നോക്കാം. വൻ നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമാണ് മെട്രോ റെയിൽ ആരംഭിച്ചത്. കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ, കൊച്ചി തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽ സംവിധാനം നിലവിലുണ്ട്. ഇനി നമുക്ക് റെയിൽ ഗതാഗതത്തിൻ്റെ മേന്മകൾ നോക്കാം. കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ്. കൂടുതൽ ചരക്ക് നീക്കത്തിന് സാധിക്കുന്നുണ്ട്. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ വിഭവശേഷിയുടെ ചലനാത്മകത വർദ്ധിപ്പിക്കുന്നുണ്ട്. കാർഷിക വിപണി വ്യാപകമാക്കി കാർഷിക മേഖലയെ സഹായിക്കുന്നു. വ്യാപാരത്തിൻ്റെ വികാസത്തിനും സഹായമാകുന്നു. ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് പേജ് 131 നൽകിയിട്ടുള്ള കേരളത്തിൻ്റെ ഗതാഗത ഭൂപടം നിരീക്ഷിച്ച് റെയിൽ ഗതാഗതം ഇല്ലാത്ത ജില്ലകൾ കണ്ടെത്തി എഴുതണം. ആ ഭൂപടം ഒന്ന് നോക്കണം മക്കളെ. അതോ നോക്കിക്ക്, ഞാനിവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് ജില്ലകളാണ്? ഇടുക്കിയും വയനാടുമാണ് റെയിൽ ഗതാഗതം ഇല്ലാത്ത ജില്ലകൾ. ഇനി നമുക്ക് ജലഗതാഗതത്തെക്കുറിച്ച് പരിചയപ്പെടാം. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് മനുഷ്യർ ജലഗതാഗതത്തെ ആശ്രയിക്കുന്നത്? സഞ്ചാരത്തിന്, മത്സ്യബന്ധനത്തിന്, വിനോദസഞ്ചാരത്തിന്, സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന്.
ജലഗതാഗത മാർഗങ്ങൾ കണ്ടെത്താൻ മനുഷ്യരെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്തെല്ലാമായിരിക്കാം? മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജലാശയങ്ങൾ മുറിച്ചു കടക്കാൻ കഴിയാത്ത സാഹചര്യമായിരിക്കാം ജലഗതാഗതം എന്ന ആശയത്തിൽ എത്തിച്ചത്. ഒറ്റത്തടിയും ചങ്ങാടങ്ങളും ഉപയോഗിച്ചിരുന്ന മനുഷ്യർ മരത്തടിയുടെ മധ്യഭാഗം തീയിട്ട് കരിച്ച് പൊള്ളയാക്കിയാണ് ആദ്യകാലത്ത് തോണികൾ നിർമ്മിച്ചിരുന്നത്. പിന്നീട് പണിയായുധങ്ങളുടെ കണ്ടെത്തൽ തോണി നിർമ്മാണം എളുപ്പമാക്കി. ക്രമേണ പലതരത്തിലുള്ള വള്ളങ്ങളും പായ്ക്കപ്പലുകളും നിർമ്മിച്ചു. ഇത് ജലഗതാഗതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി. നിങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള ജലഗതാഗത വാഹനങ്ങൾ ഏതെല്ലാമാണ്? തോണി, ബോട്ട്, കപ്പൽ, പായ്ക്കപ്പൽ ഇതെല്ലാം എഴുതാം. നിങ്ങൾക്ക് പരിചിതമായ പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ജലഗതാഗത വാഹന മാതൃകകൾ നിർമ്മിച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കണം. അതായത് കടലാസ് കൊണ്ടോ പിന്നെ പനയുടെ ഇല കൊണ്ടോ മറ്റ് ഇലകൾ കൊണ്ടോ ഒക്കെ തോണികളും കപ്പലുകളുടെയൊക്കെ രൂപങ്ങൾ നിർമ്മിച്ചിട്ട് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. മെസൊപ്പൊട്ടേമിയൻ ജനത വ്യാപാര രംഗത്ത് കപ്പലുകൾ പോലെയുള്ള ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. തുഴകളാലും നീളൻ കമ്പുകളാലും മുന്നോട്ട് നീക്കിക്കൊണ്ടുപോകുന്ന വിവിധ വലുപ്പത്തിലുള്ള ജലയാനങ്ങൾ ഇവർ നിർമ്മിച്ചിരുന്നു. ചരക്ക് നീക്കത്തിനും സഞ്ചാരത്തിനും ഈ ജലയാനങ്ങൾ ഉപയോഗിച്ചു. സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോഥലിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ അഥവാ ഡോക്ക് യാർഡിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോഥലിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളിലും ഹരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസൊപ്പൊട്ടേമിയൻ മുദ്രകളിലും ബോട്ടിൻ്റെ രൂപങ്ങൾ പതിച്ചിട്ടുണ്ട്. ഇത് അക്കാലത്ത് ജലഗതാഗതം നിലനിന്നിരുന്നതിന് തെളിവാണ്. ഇവിടെ ലോഥലിലെ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ ഒരു ചെറിയ ഫോട്ടോ തന്നിട്ടുണ്ട് കേട്ടോ. ജലഗതാഗതത്തെ ഉൾനാടൻ ജലഗതാഗതം, സമുദ്ര ജലഗതാഗതം എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. റെയിൽവേയുടെ കടന്നുവരവിന് മുൻപ് ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗമായിരുന്നു ഉൾനാടൻ ജലഗതാഗതം. നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിലാണ് ഉൾനാടൻ ജലഗതാഗതം പുരോഗതി പ്രാപിച്ചത്. പിൽക്കാലത്ത് ഇതിനായി കനാലുകൾ നിർമ്മിക്കപ്പെട്ടു. കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതകളെക്കുറിച്ച് ചെറിയൊരു കുറിപ്പ് അവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നമ്പർ 3, കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഉൾനാടൻ ജലഗതാഗത പാതകൾ. റെയിൽ സംവിധാനം ശക്തിപ്പെടുന്നതുവരെ ചരക്ക് നീക്കത്തിന് പ്രധാനമായും ഈ പാതകളെയാണ് ആശ്രയിച്ചിരുന്നത്. ഉൾനാടൻ ജലപാതകൾ ഇന്ന് വൻതോതിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. ഇന്ത്യയുമായുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനായി യൂറോപ്യർ ജലഗതാഗതത്തിന് പ്രാധാന്യം നൽകി. നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിനുള്ള മാർഗം എന്ന നിലയിലാണ് യൂറോപ്യർ ആദ്യകാലങ്ങളിൽ കനാലുകൾ നിർമ്മിച്ചിരുന്നത്. ക്രമേണ ഇത്തരം കനാലുകൾ ജലയാത്രയ്ക്കായി കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ് കനോലി കനാൽ, പാർവതി പുത്തനാർ തുടങ്ങിയവ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ധാരാളം കനാലുകളുണ്ട്. നമുക്ക് ആ 2 കനാലുകളെ കുറിച്ച് നോക്കാം. ആദ്യത്തേത് കനോലി കനാലാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലി 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വച്ചു. പിന്നീട് പൊന്നാനി, ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ നിർമ്മിച്ചു. ഈ ജലപാത കനോലി കനാൽ എന്നറിയപ്പെട്ടു. അടുത്തത് പാർവതി പുത്തനാറാണ്. തിരുവനന്തപുരം ജില്ലയിലെ വേളി കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാൽ പാതയാണ് പാർവതി പുത്തനാർ. മുൻകാലങ്ങളിൽ രാജ്യാന്തര യാത്രകൾക്കും ചരക്ക് നീക്കത്തിനും ഏറ്റവും അധികം ആശ്രയിച്ചിരുന്നത് സമുദ്ര ഗതാഗതത്തെ ആയിരുന്നു. കാറ്റിൻ്റെ ദിശാശക്തി കൊണ്ട് സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകളുടെ കണ്ടുപിടുത്തം സമുദ്ര ഗതാഗതത്തെ മെച്ചപ്പെടുത്തി. അതോടെ മറ്റ് ദേശങ്ങളിലേക്കുള്ള യാത്രകൾ വർദ്ധിച്ചു. ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെ ആവിശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുകയും കടൽ യാത്ര കൂടുതൽ സുരക്ഷിതമാവുകയും ചെയ്തു. പിന്നീട് ഇന്ധനങ്ങൾ ഉപയോഗിച്ചുള്ള കപ്പലുകളും നിർമ്മിക്കപ്പെട്ടു. അവിടെ നമുക്ക് പായ്ക്കപ്പലിൻ്റെയും ഇപ്പോഴുള്ള കപ്പലിൻ്റെയും ഒരു ചിത്രം തന്നിട്ടുണ്ട്. സമുദ്ര ജലഗതാഗതം സാധ്യമാകുന്നത് തീരദേശ ജലപാതയിലൂടെയും അന്താരാഷ്ട്ര ജലപാതയിലൂടെയുമാണ്. രാജ്യത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾക്കിടയിൽ ചരക്കുകളെയും യാത്രക്കാരെയും കൊണ്ടുപോകുന്നതിന് തീരദേശ ജലപാതകൾ വഴിയാണ്. എന്നാൽ മറ്റു രാജ്യങ്ങളുടെ തുറമുഖങ്ങൾക്കിടയിൽ ചരക്കു നീക്കത്തിനും യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനും അന്താരാഷ്ട്ര ജലപാതയാണ് ഉപയോഗിക്കുന്നത്. ഈ ജലപാതയിലൂടെയാണ് ഇറക്കുമതിയും കയറ്റുമതിയും പ്രധാനമായും നടക്കുന്നത്. ജലഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. താരതമ്യേന ചിലവ് കുറവാണ്, മലിനീകരണം കുറവാണ്, വിദേശ വ്യാപാരത്തിന് സഹായിക്കുന്നുണ്ട്, ചരക്ക് സംവഹന ശേഷി കൂടുതലാണ്. ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം. സമുദ്രതീരത്ത് കപ്പലടുപ്പിക്കുന്ന സ്ഥലമാണ് തുറമുഖം. കേരളത്തിലെ പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് നൽകിയിട്ടുള്ള പേജ് 131 ഗതാഗത ഭൂപടം നിരീക്ഷിച്ച് കണ്ടെത്തുക.
ഭൂപടം അവസാന ഭാഗത്താണ്. നമ്മൾ നേരത്തെ റെയിൽവേ മാർഗ്ഗങ്ങൾ നോക്കിയ ആ ഭൂപടം തന്നെയാണ് കേട്ടോ. അപ്പോൾ തിരുവനന്തപുരത്തുള്ള വിഴിഞ്ഞം തുറമുഖവും എറണാകുളത്തുള്ള കൊച്ചി തുറമുഖവുമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ എന്ന് പറയുന്നത്. ജലഗതാഗതത്തിൻ്റെ മാർഗ്ഗങ്ങളും മേന്മകളും സൂചിപ്പിക്കുന്ന ചാർട്ട് തയ്യാറാക്കുക. അത് നിങ്ങൾ ക്ലാസ്സിൽ ചാർട്ട് തയ്യാറാക്കേണ്ട ഒരു പ്രവർത്തനമാണ്, ക്ലാസ്സിൽ ചെയ്യേണ്ട പ്രവർത്തനമാണ് കേട്ടോ. അടുത്തതായി വ്യോമഗതാഗതമാണ് കേട്ടോ. ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്നു ജാക്വിസ് മോണ്ട് ഗോൾഫിയ. നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് ഉണക്കുന്നതിനായി തൂക്കിയിട്ടിരുന്ന വസ്ത്രത്തിന് താഴെ തീ കൂട്ടി കത്തിക്കുകയായിരുന്നു ജാക്വിസിൻ്റെ ഭാര്യ. ഉണങ്ങാനിട്ടിരുന്ന വസ്ത്രം ആകാശത്തേക്ക് പറന്നുയർന്നത് അദ്ദേഹത്തിൽ അതിശയമുളവാക്കി. ആ കാഴ്ച ജാക്വിസിനെ ഏറെ ചിന്തിപ്പിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിന് വിശ്രമമുണ്ടായിരുന്നില്ല. തൻ്റെ സഹോദരനായ ജോസഫ് മോണ്ട് ഗോൾഫിയറുമായി ചേർന്ന് ജാക്വിസ് ഒരു കൂറ്റൻ ബലൂൺ ഉണ്ടാക്കി. ചൂടുവായി നിറച്ച ആ ബലൂൺ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു. അതിനുശേഷം ബലൂണിൻ്റെ കീഴ്ഭാഗത്ത് കുട്ട വച്ചു പിടിപ്പിച്ച സ്വന്തം വീട്ടിലെ കോഴി, താറാവ് എന്നിവയെ യാത്രക്കാരാക്കി. തുടർന്ന് ജാക്വിസും ജോസഫും ആ ബലൂൺ വാഹനത്തിൽ പാരീസ് നഗരത്തിന് മുകളിലൂടെ അരമണിക്കൂർ പറന്നു. അപ്പം ഇതാണ് ആദ്യത്തെ വിമാനത്തിൻ്റെ കണ്ടുപിടുത്തം. കുറിപ്പ് വായിച്ചല്ലോ. 1783 ഈ സംഭവമാണ് പിന്നീട് ആകാശയാത്രകൾക്ക് തുടക്കമിട്ടത്. ചൂടുവായി നിറച്ച ബലൂണുകളാണ് മനുഷ്യർ ആകാശയാത്രയ്ക്ക് ആദ്യം ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ വലിയ ബലൂണുകളിൽ നിറച്ച് ആകാശ കപ്പലുകൾ നിർമ്മിച്ചു. തുടർന്ന് വേഗത കുറച്ച് താഴെ എത്താൻ സഹായിക്കുന്ന പാരച്യൂട്ടുകൾ കണ്ടുപിടിച്ചു. എന്നാൽ ഇവയൊന്നും മനുഷ്യർക്ക് സൗകര്യപ്രദമായി നിയന്ത്രിച്ചുപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നത്തെ വിമാനത്തിൻ്റെ ആദ്യ രൂപം എന്ന് പറയാവുന്ന തരത്തിൽ വിമാനം നിർമ്മിച്ചത് അമേരിക്കക്കാരായ ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റ് എന്നീ സഹോദരന്മാരാണ്. റൈറ്റ് സഹോദരന്മാർ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഇവർ നിർമ്മിച്ച വിമാനത്തിൻ്റെ പേര് ഫ്ലയർ 1 എന്നായിരുന്നു. അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന് 1903 ഡിസംബർ 17 ഫ്ലയർ 1 പറന്നുയർന്നത്. കാലക്രമേണ ഹെലികോപ്റ്ററുകൾ, ജെറ്റ് വിമാനങ്ങൾ, യാത്രാ വിമാനങ്ങൾ, സൂപ്പർസോണിക് വിമാനങ്ങൾ എന്നിവ നിർമ്മിക്കാൻ മനുഷ്യർക്ക് സാധിച്ചു. രാജ്യത്തിനകത്തും പുറത്തും ദീർഘദൂര യാത്രകൾക്കായി വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു യാത്രാമാർഗമാണ് വ്യോമഗതാഗതം. ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനവും ഇതുതന്നെയാണ്. സൈനിക ആവശ്യങ്ങൾക്കായും വ്യോമഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെ വ്യോമഗതാഗതം 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത്. 1911 അലഹബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയർന്നതോടെയായിരുന്നു ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹുവിലാണ്. ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഇന്ന് മാറിയിരിക്കുന്നു. ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്തുള്ള കേരളത്തിൻ്റെ ഗതാഗത ഭൂപടം നിരീക്ഷിച്ച് കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ എഴുതുക. തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് വിമാനത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. വ്യോമഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗമാണ്. വിവിധ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുകയും ഭൂമിയെ ഒരു ആഗോള ഗ്രാമമാക്കുകയും ചെയ്യുന്നു. ദേശീയ പ്രതിരോധത്തിന് ഉപയോഗിക്കുന്നു, വിനോദസഞ്ചാരത്തിന് ഉപയോഗിക്കുന്നു, പ്രകൃതി ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് ഉപയോഗിക്കുന്നു. ഇനി താഴെ നമുക്കൊരു പത്രവാർത്ത തന്നിട്ടുണ്ട്, അത് വായിച്ചു നോക്കിക്കേ. വായു മലിനീകരണം, ഡൽഹിയിൽ സ്കൂളുകളും കോളേജുകളും അടച്ചിട്ടു. ന്യൂഡൽഹി. വായുമലിനീകരണം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ സ്കൂളുകളും കോളേജുകളും ഒരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള നിരോധനവും നീട്ടി. ജീവനക്കാർ സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കി പൊതുഗതാഗത മാർഗങ്ങൾ ഉപയോഗിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. ഈ വാർത്ത ശ്രദ്ധിച്ചില്ലേ? എന്തുകൊണ്ടായിരിക്കാം ജീവനക്കാർ സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കി പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ നിർദ്ദേശമുണ്ടായത്? വായുമലിനീകരണം രൂക്ഷമായതുകൊണ്ടാണ്. താഴെ നമുക്ക് വാഹനപ്പെരുപ്പത്തെ സൂചിപ്പിക്കുന്ന ചിത്രീകരണം തന്നിട്ടുണ്ട്. എത്ര വാഹനങ്ങളാണല്ലേ ഉള്ളത്? വാഹനങ്ങളുടെ പെരുപ്പം എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്? വർദ്ധിച്ച ഗതാഗത കുരുക്ക്, വായുമലിനീകരണം, ശബ്ദമലിനീകരണം, ആരോഗ്യ പ്രശ്നങ്ങൾ, ഉയർന്ന തോതിലുള്ള വാഹനാപകടങ്ങൾ, പരിമിതമായ പാർക്കിംഗ് സൗകര്യം, കാൽനട യാത്രക്കാരുടെയും സൈക്കിൾ യാത്രക്കാരുടെയും സുരക്ഷ കുറയ്ക്കുന്നു. മനുഷ്യരെ പോലെ തന്നെ മറ്റ് ജീവജാലങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു. ജീവജാലങ്ങൾ അപകടങ്ങളിൽ പെടുന്നു. പൊതുഗതാഗത മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ക്ലാസ്സിൽ ചർച്ച സംഘടിപ്പിച്ച് കുറിപ്പ് തയ്യാറാക്കൂ.
വാഹനപ്പെരുപ്പം മൂലമുള്ള അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിന് പൊതുഗതാഗതം സ്വീകരിക്കുന്നതിൻ്റെ ആവശ്യകത ഇക്കാലത്ത് വളരെയധികം വർദ്ധിച്ചു വരുന്നു. വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന വായു മലിനീകരണത്തിൻ്റെയും ശബ്ദ മലിനീകരണത്തിൻ്റെയും അളവ് ഇതുവഴി നമുക്ക് കുറയ്ക്കാനാവും. വലിയ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്നതിലൂടെ സമയലാഭവും ഇന്ധന ലാഭവും ഉണ്ടാക്കാം. വാഹനങ്ങളുടെ എണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായും അപകടങ്ങളുടെ എണ്ണവും കുറയും. അന്തരീക്ഷ മലിനീകരണം ഒരു പരിധിവരെ കുറയ്ക്കാൻ വാഹനങ്ങളുടെ നിയന്ത്രണം കൊണ്ട് സാധിക്കും. മാത്രമല്ല, കാൽനട യാത്രക്കാർക്ക് വളരെ സുരക്ഷിതമായി യാത്ര ചെയ്യാനും സാധിക്കും. ആശയവിനിമയം ഒരിടത്തു നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ വിവരങ്ങൾ മറ്റൊരിടത്തേക്കോ മറ്റൊരാളിലേക്കോ കൈമാറുന്നതാണ് ആശയവിനിമയം. പ്രാചീന കാലം മുതൽ മനുഷ്യർ അവരുടെ ആവശ്യങ്ങൾക്കനുസൃതമായി വ്യത്യസ്തങ്ങളായ ആശയവിനിമയ ഉപാധികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയെല്ലാമാണ്? സംഭാഷണത്തിലൂടെ, എഴുത്തിലൂടെ, ഫോണിലൂടെ, പത്രം ഉൾപ്പെടെയുള്ള അച്ചടി മാർഗങ്ങളിലൂടെ, കത്തിലൂടെ, ടെലിവിഷൻ, റേഡിയോ എന്നിവയിലൂടെ. ഭാഷയോ ചിഹ്നങ്ങളോ എഴുത്തുവിദ്യയോ ഇല്ലാതിരുന്ന കാലത്ത് ഒരാശയം എങ്ങനെയായിരിക്കാം ഒരാൾ മറ്റൊരാളുമായി കൈമാറിയിരുന്നത്? ആംഗ്യങ്ങളിലൂടെ, പ്രത്യേക ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട്, ചിഹ്നങ്ങളിലൂടെ, പിന്നെ ഗുഹാമുഖങ്ങളിലും പാറകളിലും വരച്ചിട്ട ചിത്രങ്ങളിലൂടെ. ഭാഷയും ചിഹ്നങ്ങളും എഴുത്തുവിദ്യയും ഇല്ലാതിരുന്ന കാലത്തെ വിവിധ സന്ദർഭങ്ങളിലെ, അതായത് വേട്ടയാടൽ, മീൻപിടുത്തം, കച്ചവടം, യാത്ര തുടങ്ങിയ സന്ദർഭങ്ങളിലെ ആശയവിനിമയം മൂകാഭിനയത്തിലൂടെ അവതരിപ്പിക്കുക. ഇത് നിങ്ങൾ ക്ലാസ്സിൽ അഭിനയിച്ച് കാണിക്കണം. നമ്മുടെ മൈമ് ചെയ്യില്ലേ, അതാണ് മൂകാഭിനയം എന്ന് പറയുന്നത് കേട്ടോ. ആദിമ മനുഷ്യർ ശരീര മുഖചലനങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും ആശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് അവർ ദൂരസ്ഥലങ്ങളിലുള്ളവരുമായി ആശയം കൈമാറാൻ തീയും പുകയും അടയാളങ്ങളായി ഉപയോഗിച്ചു. ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുൻപാണ് മനുഷ്യർ ചിഹ്നങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയത് എന്ന് ചരിത്രകാർ അഭിപ്രായപ്പെടുന്നു. പ്രാചീന കാലത്തെ ഗുഹകളുടെ ഭിത്തിയിൽ വരച്ച ചിത്രങ്ങൾ അക്കാലത്തെ ആശയവിനിമയത്തിന് ഉദാഹരണങ്ങളാണ്. ചിഹ്നങ്ങളും ചിത്രങ്ങളും ആശയപ്രകടനത്തിന് ഉപയോഗിച്ചു. പിന്നീട് അവർ ലിപികൾക്കും എഴുത്തുവിദ്യയ്ക്കും രൂപം നൽകി. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപാണ് മനുഷ്യർ എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയത് എന്നാണ് നിഗമനം. സുമേറിയക്കാരാണ് ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത്. ക്യൂണിഫോം എന്ന പേരിൽ ഈ ലിപി അറിയപ്പെട്ടു. ഇവ കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത്. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. ഇനി നമുക്ക് താഴെ ക്യൂണിഫോം ലിപിയുടെയും അതുപോലെ ഹൈറോഗ്ലിഫിക്സ് ലിപിയുടെയും ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. കണ്ടോ? വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നതിന് വിവിധ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന മാർഗങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. നോക്കൂ, ചിത്രം എഴുതാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം, ഉപകരണം എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത് പട്ടികയിൽ. ആദ്യത്തെ ചിത്രം നോക്കൂ, അത് എഴുതാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം എന്ന് പറയുന്നത് ശിലകളാണ്, പാറകളാണ്. ഉപകരണം കൂർത്ത കല്ലാണ്. പിന്നെ അടുത്ത ചിത്രം, അത് ഉപയോഗിച്ചിരുന്ന പ്രതലം എന്ന് പറയുന്നത് ചെമ്പ് തകിടാണ്. ഉപകരണം, എഴുതാൻ ഉപയോഗിച്ച ഉപകരണം ലോഹ എഴുത്താണിയാണ്. മൂന്നാമത്തേത് താളിയോലയാണ്. താളിയോലയിലും എഴുത്താണിയോ അല്ലെങ്കിൽ നാരായമോ ഉപയോഗിച്ചായിരുന്നു എഴുതിയിരുന്നത്. താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നതിന് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്തെല്ലാമാണ്? ടെലിവിഷൻ, പത്രം, വാട്സപ്പ്, ഫേസ്ബുക്ക് പോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ, ഫോണ്, കത്ത് തുടങ്ങിയവയ്ക്കാണ് ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ. ആദ്യകാലങ്ങളിൽ വാർത്തകളും സന്ദേശങ്ങളും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുവാനായി കുതിരകളെയും നായകളെയും പക്ഷികളെയും ഉപയോഗപ്പെടുത്തിയിരുന്നു. വാർത്തകളും സന്ദേശങ്ങളും പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ആശയവിനിമയ മാർഗങ്ങളിലൊന്നാണ് ചിത്രീകരിച്ചിരിക്കുന്നത്, അതായത് വിളംബര മാർഗം. അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെ വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നത് കൂടുതൽ എളുപ്പത്തിലായി. അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. ആദ്യകാലങ്ങളിൽ അച്ചടി യന്ത്രങ്ങൾ മരക്കട്ടകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ജർമ്മൻകാരനായ ഗുട്ടൻബർഗ് ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. അച്ചടിയുടെ വരവോടെ ആശയങ്ങളും വാർത്തകളും വേഗത്തിൽ പ്രചരിക്കാൻ തുടങ്ങി. നമുക്കവിടെ ഗുട്ടൻബർഗിൻ്റെ അച്ചടി യന്ത്രത്തിൻ്റെയും അതുപോലെ സംപേക്ഷ വേദാർത്ഥം, അതായത് പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണത്. അതിൻ്റെയും ചിത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ. തപാൽ സംവിധാനത്തിൻ്റെ കടന്നുവരവ് ആശയവിനിമയം വേഗത്തിലാക്കി. ഗതാഗത രംഗത്തുണ്ടായ പുരോഗതിയും ആശയവിനിമയത്തെ സ്വാധീനിച്ചു. ആശയങ്ങളും സന്ദേശങ്ങളും വാർത്തകളും എത്തിക്കുന്നതിന് തപാൽ സംവിധാനം വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുണ്ടായ വികാസം ആശയവിനിമയ രംഗത്ത് വൻ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിയൊരുക്കി. ഇൻ്റർനെറ്റിൻ്റെയും അനുബന്ധ സേവനങ്ങളുടെയും കടന്നുവരവ് ആശയവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ആശയവിനിമയ രംഗത്തെ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന ചിത്ര വീഡിയോ ടീച്ചറുടെ സഹായത്തോടെ തയ്യാറാക്കുക. അത് നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനമാണ്. ടീച്ചർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒരു ചിത്ര വീഡിയോ തയ്യാറാക്കണം. ആശയവിനിമയ രീതികൾ.
വാർത്തകളും സന്ദേശങ്ങളും കൈമാറ്റം ചെയ്യുന്നത് മുഖ്യമായും 2 രീതികളിലാണ്. ഒന്ന് വ്യക്തിഗത ആശയവിനിമയം, അതായത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്കുള്ള ആശയവിനിമയം. മറ്റൊന്ന് ബഹുജന ആശയവിനിമയം, അതായത് ഒരാൾ പറയുന്നത് ഒരുപാട് ആളുകൾക്ക് കേൾക്കാൻ പാകത്തിലുള്ള വിനിമയം. ആദ്യം വ്യക്തിഗത ആശയവിനിമയം നോക്കാം. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതാണ് വ്യക്തിഗത ആശയവിനിമയം. ഇതിനായി പ്രയോജനപ്പെടുത്തുന്ന ഉപാധികളാണ് വ്യക്തിഗത ആശയവിനിമയ ഉപാധികൾ. ഏതൊക്കെയാണത്? ഇൻലാൻഡ് ഉണ്ട്, ടെലഗ്രാഫ് ഉണ്ട്, ടെലിഫോൺ ഉണ്ട്, ഫാക്സ് മെഷീന്, ഇൻ്റർനെറ്റ്, ഇമെയിൽ, മൊബൈൽ ഫോണ്. ഇതെല്ലാം വ്യക്തിഗത ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. അതായത് ഇതൊക്കെ നമ്മൾ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് മാത്രമായിട്ട് ആശയങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ്. അടുത്തത് ബഹുജന ആശയവിനിമയം. ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്നതാണ് ബഹുജന ആശയവിനിമയം. ഇതിനായി പ്രയോജനപ്പെടുത്തുന്ന മാധ്യമങ്ങളാണ് ബഹുജന ആശയവിനിമയോപാധികൾ. ബഹുജന ആശയവിനിമയ ഉപാധികൾക്ക് ഉദാഹരണങ്ങൾ നോക്കൂ. വർത്തമാന പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, സെമിനാർ, പൊതുയോഗം, തെരുവ് നാടകം. ഇതെല്ലാം നമ്മൾ ഒരുപാട് വ്യക്തികൾക്ക് ഒരു സന്ദേശം കൈമാറാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ്. മേൽ സൂചിപ്പിച്ചവ കൂടാതെ പുസ്തകങ്ങൾ, മാഗസിനുകൾ, കലാരൂപങ്ങൾ, സിനിമ, സാമൂഹിക മാധ്യമങ്ങൾ തുടങ്ങിയ മാർഗങ്ങളിലൂടെ വലിയൊരു വിഭാഗം ആളുകളുമായി ആശയം കൈമാറാൻ സാധിക്കുന്നുണ്ട്. ഇൻ്റർനെറ്റ് അധിഷ്ഠിത നൂതന ആശയവിനിമയ സാങ്കേതികവിദ്യ. ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് ഇൻ്റർനെറ്റ്. പലതരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ലഭിക്കുന്നു. ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുന്ന ചില നൂതന ആശയവിനിമയ സംവിധാനങ്ങൾ ചുവടെ നൽകുന്നു. ആദ്യത്തേത് വീഡിയോ കോൺഫറൻസ് ആണ്. അകലെയുള്ള സ്ഥലങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ കണ്ടുകൊണ്ട് സംസാരിക്കാനും ആശയങ്ങൾ കൈമാറാനും ഇതുവഴി കഴിയും. അടുത്തത് ഇ-കൊമേഴ്സ്. ഇൻ്റർനെറ്റ് സംവിധാനത്തിലൂടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള സംവിധാനമാണ് ഇത്. ഇമെയിൽ, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്ന സംവിധാനമാണിത്. ടെലിമെഡിസിൻ. വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അകലെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആരോഗ്യരംഗത്ത് ഉപയോഗപ്പെടുത്തുന്നു. താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്, നോക്കിക്കേ. ദൈനംദിന ജീവിതത്തിൽ വിവരസാങ്കേതിക വിദ്യ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇന്നത്തെ കാലത്ത് മനുഷ്യൻ്റെ ജീവിതം പൂർണ്ണമായും വിവരസാങ്കേതിക വിദ്യകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉള്ളത്. ആദ്യകാലങ്ങളിലെല്ലാം ഒരു വിവരം മറ്റൊരു സ്ഥലത്തേക്ക് അറിയിക്കുന്നതിന് ഒരുപാട് കാലതാമസം നേരിടേണ്ടി വന്നിരുന്നു. എന്നാൽ ഇന്ന് നിമിഷ നേരം കൊണ്ട് തന്നെ വാർത്തകൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. ഇൻ്റർനെറ്റിൻ്റെ കണ്ടുപിടുത്തമാണ് ഇതിന് ഏറ്റവും സഹായകരമായത്. ഇൻ്റർനെറ്റിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി കൃത്യതയോടും കുറഞ്ഞ സമയത്തോടും ആശയ കൈമാറ്റം നടത്താനായി നമുക്ക് സാധിക്കുന്നു. സമയബന്ധിതമായി ആശയവിനിമയം നടത്തുന്നത് മൂലം മനുഷ്യഭാരം വളരെയധികം കുറയുകയും ലോകത്തിൻ്റെ ഏതു കോണിലും വിവരങ്ങൾ ഒരു വിരൽ തുമ്പിൽ ലഭ്യമാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ആധുനിക സമൂഹത്തിൻ്റെ രൂപീകരണത്തിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ആശയവിനിമയ സാങ്കേതിക വിദ്യയുടെ വേഗത്തിലുള്ള വളർച്ച ലോക ജനതയ്ക്ക് ഒന്നിച്ചു ചേരാനുള്ള അവസരമാണ് ലഭ്യമാക്കുന്നത്. ഇത് ലോകത്തെ ഒരു ആഗോള ഗ്രാമമാക്കുന്നു. സൗഹൃദപരമായ ഒത്തുചേരലിനും മാനവിക മൂല്യങ്ങൾ വളർത്തുന്നതിനും സഹായകമായ രീതിയിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ 7ാമത്തെ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ വിഷയങ്ങൾ നമ്മൾ വൈകാതെ മറ്റു വിഷയങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തിരിക്കാൻ മറക്കരുത് കേട്ടോ. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്